മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ആക്കി പോരുന്ന സമയത്തന്നെ ഓരോ ചുവടുവെപ്പിലും അയാളുടെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം സ്വന്തം മകളെ പോലും സ്നേഹിച്ച നെടുമ്പറക്കൽ വീടിന്റെ ഐശ്വര്യമായിരുന്ന അലീനയെ ആ അപരിചിതമായ ചുറ്റുപാടിൽ തനിച്ചാക്കി പോരേണ്ടി വന്നല്ലോ എന്നോർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എത്ര അടക്കി വെച്ചിട്ടും കണ്ണുനീരിങ്ങനെ കവിളിലൂടെ ഒഴുകി ഇങ്ങനെ വരികയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ ആ കാഴ്ചയിലൊന്നും തന്നെ അയാളുടെ കണ്ണിൽ പതറുന്നുണ്ടായിരുന്നില്ല. മനസ്സ് മുഴുവൻ അലീനയുടെ ആ നിറഞ്ഞ ചിരിയും ഒടുവിൽ യാത്ര പറയുമ്പോൾ അവളുടെ കണ്ണിൽ കണ്ട ആ ഒരു സങ്കടം മാത്രമായിരുന്നു. ഒടുവിൽ അനാഥയെ പോലെ വന്ന് ഒടുവിൽ എല്ലാവർക്കും വേണ്ടി പ്രിയപ്പെട്ടവളായി മാറിയവൾ അവളെ ആ കരിങ്കല്ല് പോലെ മനസ്സുള്ള സ്റ്റാൻലിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കേണ്ടി വന്നല്ലോ എന്ന കുറ്റബോധം അയാളെ വല്ലാതെ നീറ്റി. ഇതേ സമയം നെടുമ്പറക്കൽ വീട്ടിൽ വലിയ കൊടുങ്കാറ്റടിച്ച് വീശാൻ തുടങ്ങിയിരുന്നു. അലീന അവിടെ നിന്നും പോയതിന്റെ യാതൊരുവിധ വിഷമവുമില്ലാതെ ഒരേ ഒരാൾ വൈജയന്തി മാത്രമായിരുന്നു. എന്നാൽ വൈജയന്തിയുടെ മനസ്സിൽ മറ്റൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. അലീന ഇവിടെ നിന്നും ചുമ്മാ അതങ്ങ് ഇറങ്ങിപ്പോകില്ല. എന്തെങ്കിലും വലിയ തുകയോ അല്ലെങ്കിൽ സ്വത്തോ എന്തെങ്കിലും അവൾക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ടാവുമെന്നൊരു സംശയം വൈജയന്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു സംശയം തീർക്കാൻ വേണ്ടി വീടാകെ അരിച്ചു പെറുക്കുന്നുണ്ടായിരുന്നു വൈജയന്തി. ഓരോ മുറിയിലും കയറി സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടു. അലമാറയിലും മേശപ്പുറത്തും ഒന്നും തന്നെ ബാക്കി വെച്ചില്ല. ഒരു മുടിനാരിഴ പോലും ഇടാതെ പരിശോധിക്കുന്ന പോലീസുകാരിയെ പോലെയായിരുന്നു വൈജയന്തിയുടെ നിക്ക്. ഇത്ര പെട്ടെന്ന് അവൾ പോകണമെങ്കിൽ എന്തെങ്കിലും വലിയ തടയലങ്ങ് തടഞ്ഞിട്ടുണ്ടാവും. വെറുതെ ഒരു സുപ്രഭാതത്തിൽ പോയിട്ടുണ്ടാവുമെന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന അവൾ അത്ര പൊട്ടിയൊന്നുമല്ല. വൈജയന്തി പിറുപിറുത്തുകൊണ്ടതിനെ കണക്ക് പുസ്തകങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റും എല്ലാം എടുത്തു നോക്കി. ഒടുവിൽ അവരുടെ കണ്ണിൽ ആ ഒരു കടലാസ് ഉടക്കി. അതിൽ കണ്ടത് വൈജയന്തിയുടെ കണ്ണങ്ങ് തള്ളി പുറത്തേക്ക് വരികയാണ്. ശ്വാസം നിലച്ചു പോയതുപോലെ അവർക്ക് തോന്നി. ആ കടലാസിലേക്ക് നോക്കിയിരുന്നു. 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപയാണ് ബാലചന്ദ്രൻ അലീനക്ക് സ്വർണ്ണാഭരണങ്ങളും പട്ടുസാരിയും മറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. പോരാതെ 17,000 രൂപക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ വൈജയന്തിയുടെ ഉള്ളിലെ നിയന്ത്രണം വിട്ടു. എന്റെ ഈശ്വര, ഈ മനുഷ്യൻ എന്നത് വട്ടായോ? എവിടുന്നോ വലിഞ്ഞു കയറുമെന്നൊരുത്തിക്ക് വേണ്ടി 15 ലക്ഷം രൂപയുടെ സാധനങ്ങളോ? ഇത് ഞാൻ ഇവിടെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിനെ അവർ നേരെ മുറിയിൽ നിന്നും പുറത്തേക്ക് കുതിച്ചു. ഹാളിൽ ബബിതയും മനുവും കൃഷ്ണമോളും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അലീന പോയതിന്റെ വിഷമം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. അവിടേക്കാണ് ഒരു കൊടുങ്കാറ്റ് പോലെ തന്നെ വൈജയന്തി അങ്ങ് പാഞ്ഞെത്തുന്നത്. കയ്യിലിരുന്ന ആ ഒരു കടലാസ് അവരുടെ മുന്നിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു കൊടുത്തിന് വൈജയന്തി അലറി. എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ അറിയുന്നുണ്ടോ? അതോ അറിഞ്ഞിട്ടും നിങ്ങളൊക്കെ മിണ്ടാതിരിക്കാനോ? ബബിതയും കൃഷ്ണമോളും ഒന്നും മിണ്ടാതെ വൈജയന്തിയെ നോക്കി. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നത്? ഞാൻ അറിയാതെ അലറാതെ പിന്നെ ചിരിക്കണോടി. എവിടുന്ന് വന്ന വലിഞ്ഞു കയറി വന്ന പിഴച്ചു പറ്റ ഒരുവൾക്ക് വേണ്ടിയിട്ട് ആ പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. കുറേ അധികം തീറ്റിപ്പോറ്റി. ഒടുവിൽ അവൾ പോകുമ്പോൾ എത്ര രൂപയുടെ സാധനങ്ങളാ നിന്റെയൊക്കെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും 17,000 രൂപക്ക് ഡ്രസ് മെറ്റീരിയൽസും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടാ അവളെ വിട്ടിരിക്കുന്നത്. എന്തിനാ അവൾക്ക് ഇത്രയും അധികം പൈസയൊക്കെ കൊടുത്തത്? അവളും ആ ബാലചന്ദ്രനും അത്രമാത്രം എന്താ തമ്മിൽ ബന്ധമുള്ളത്? അതെനിക്ക് അറിഞ്ഞേ തീരൂ. വൈജയന്തിയുടെ ശബ്ദം വീടിന്റെ ചുമരിലങ്ങ് തട്ടി പ്രതിധ്വനിച്ചു. ഇത് കേട്ടപ്പോൾ മനുവിനെ അങ്ങ് ദേഷ്യം അടക്കാനായില്ല. അവൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ആന്റി ഒന്ന് മിണ്ടാതെ വായടച്ച് അവിടെ നിന്ന് ഇരിക്കുന്നതാ ആന്റിക്ക് നല്ലത്. അച്ഛനും അലീന ചേച്ചിയും തമ്മിൽ എന്ത് ബന്ധമാ ആന്റി അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട. ആന്റിക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയാനാ ഭാവമെങ്കിൽ ആന്റി അനുഭവിക്കും. അത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാമെന്നൊക്കെ മനു പറയാണ്. വൈജയന്തി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്താടാ നീ പറഞ്ഞത്? നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ഞാൻ സത്യം ചോദിച്ചാ നിനക്ക് എന്താ ഇത്ര പൊള്ളുന്നത്? ആ പെണ്ണും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചാ നീ എന്തിനാണ് അങ്ങനെ കിടന്ന് തുള്ളുന്നത്? മനുവിന് കൂടുതൽ അങ്ങ് ദേഷ്യം വന്നു. പക്ഷേ അവനത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എൻ്റെ പൊന്നാൻറ്റി, ആൻറ്റിയോട് തർക്കിച്ച് ചെയ്യിക്കാനൊന്നും ഞാനില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ആൻറ്റി എവിടെ കൊണ്ടുവിടാനാണ്. ദേ ഈ 3 പിള്ളേർ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവരുടെ കാര്യമെങ്കിലും ആൻറ്റിക്കൊന്ന് ഓർത്തൂടെ? അലീനക്ക് അങ്കിൾ അങ്ങനെ 15 ലക്ഷത്തിൻ്റെ അല്ല, ഇനി 1 കോടി സാധനം വാങ്ങിച്ചു കൊടുത്താലും അതിൽ യാതൊരുവിധ തെറ്റുമില്ല. കാരണം അവൾ ഈ വീടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് പകരം നൽകാൻ ഈ പണമൊന്നും മതിയാവില്ല എന്നൊക്കെ പറയാണ്. മനു ഒന്ന് നിർത്തിയിട്ട് രോഹിതിനെ നോക്കി തുടർന്നു. ദേ ഈ നിൽക്കുന്ന രോഹിത്, അവനിപ്പോൾ ജയിലിൽ കിടക്കേണ്ടവനായിരുന്നു. ഹരിയുടെ കൂടെ അവൻ ജയിലിൽ പോവാതെ പുറത്തിറങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആൻറ്റിക്ക് അറിയാമോ? അത് അലീന കാരനാണ്. ചോറ് തിന്നുന്ന എല്ലാവർക്കും അതറിയാം അലീന ചെയ്ത ഉപകാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അതുകൊണ്ട് അവൾക്ക് എന്ത് കൊടുത്താലും ഈ കുടുംബത്തിന് തീരില്ല. വൈജയന്തി പുച്ഛത്തോടങ്ങ് ചിരിച്ചാണ്. ഓഹോ, അത്ര വലിയ ഉപകാരമാണോ അവൾ ചെയ്തിരിക്കുന്നത്? നീ ആരാടാ ഇതൊക്കെ സംസാരിക്കാൻ? ഞാൻ നിന്നോടാ ഇതൊക്കെ ചോദിച്ചത്. ഒന്നും പെറ്റിട്ടില്ലല്ലോ. സ്വന്തം കെട്ടിയാൽ വേറൊരു പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സമയത്തിന് ഉള്ള നെഞ്ചിൽ
അവരുടെ ഉള്ളിൽ നെഞ്ചിൽ എന്താണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ അറിയില്ല. സ്വന്തം ഭർത്താവ് വേറൊരുത്തിക്ക് 15 ലക്ഷം രൂപത്തിന്റെ സ്വർണവും അതുപോലെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഏതൊരു ഭാര്യക്കാണെങ്കിലും വേദനിക്കും. അത് ഈ ശിവേട്ടനെ ഒരു പെണ്ണിനെ വിളിച്ചു കയറ്റുമ്പോൾ മാത്രമേ നിനക്കൊക്കെ അത് മനസ്സിലാവുള്ളൂ. അത് കേട്ടപ്പോൾ മനുവിൻ്റെ മുഖം അങ്ങ് വലിഞ്ഞു മുറുകി. ആൻറ്റിയോട് സംസാരിക്കാൻ തന്നെ എനിക്കിപ്പം നാണം തോന്നുന്നുണ്ട്. വെറും പുച്ഛം മാത്രമാണ് എനിക്ക് ആൻറ്റിയോട് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആൻറ്റിക്ക് ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാം. ബാലചന്ദ്രൻ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി. മാനം പോവാതെ കുറേ നാൾ ജീവിക്കാം. ഇല്ലെങ്കിൽ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ പലതുമായിരിക്കും എന്നൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിലൊക്കെ പറയാണ് മനു. ഇതൊക്കെ കേട്ടുനിന്ന് കൃഷ്ണമോള് പതിയെ മുന്നോട്ട് വന്നു. കൂടുതൽ വഴക്കുണ്ടാക്കിയ പ്രശ്നം വഷളാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ മനുവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മനുവേട്ട വേണ്ട. മനുവേട്ടൻ എന്തിനാ അമ്മയോട് വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നത്? അമ്മക്ക് അമ്മയുടേതായിട്ടുള്ള പല ന്യായങ്ങളും ഉണ്ടാവും. അച്ഛനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാം. അമ്മക്ക് നല്ല മിടുക്കാണ്. നമ്മൾ ഇതൊക്കെ ഒരു ചെവിയിൽ കൂടെ പറഞ്ഞു കേട്ട് മറ്റേ ചെവിയിൽ കൂടെ കളഞ്ഞാൽ പോരെ? വെറുതെ എന്തിനാ പ്രശ്നങ്ങളൊക്കെ വലുതാക്കുന്നത്? അച്ഛൻ എപ്പോഴും പറയാറില്ലേ, 2 കൈകൾ കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കൂ എന്ന്. അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാം. ബബിതേച്ചി ഒന്നും മിണ്ടാനൊന്നും പോവണ്ട. കൃഷ്ണമോള് പറഞ്ഞത് കേട്ട് ബബിതയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ദേഷ്യത്തോടു കൂടെ തന്നെ വൈജയന്തിയെ നോക്കി. അങ്ങനെ മിണ്ടാതിരിക്കാനാ കൃഷ്ണെ? എങ്ങനെ മിണ്ടാതിരിക്കാനാ കൃഷ്ണെ? അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? മക്കളുടെ കൂടെ സമാധാനം കളയാനായിട്ട് ജീവിക്കാനല്ലേ? അതെ, അല്ലാതെ അലീന ചേച്ചിക്ക് അച്ഛൻ കൊടുത്ത കണക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ? അലീന ചേച്ചി ഇവിടെ ആരുടെയും ഒന്നും തിന്നു മുടിപ്പിച്ചിട്ടില്ല. അലീന ചേച്ചി ഇവിടെ നിന്ന് കൊണ്ടുപോയ കണക്ക് എനിക്കും അച്ഛനും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ അമ്മയുടെ കാര്യം നോക്കിയിരുന്നാൽ മാത്രം മതി. അതും പറഞ്ഞ് ബബിത അവിടെ നിന്ന് ദേഷ്യത്തോടെ അങ്ങ് തിരിഞ്ഞു നടക്കുകയാണ്. മനു പോകുന്നതിന് മുൻപ് തന്നെ എല്ലാവരെയും നോക്കി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, മക്കളെ, ഇനി ഇവിടെ എന്തൊക്കെ പൊട്ടിത്തെറികളുണ്ടായാലും നിങ്ങളാണ് അതൊക്കെ ഒതുക്കി നിർത്തേണ്ടത്. നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഇനി എന്തൊക്കെ തന്നെ പ്രശ്നമുണ്ടാകുമെന്നൊക്കെ ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നിങ്ങളെല്ലാം സമാധാനത്തോടെ കൈകാര്യം ചെയ്യണം. നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ഞെരുങ്ങുക എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും സാരമില്ല, അമ്മ എന്ത് വേണമെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങൾ അച്ഛനെ എങ്ങനെയെങ്കിലുമൊക്കെ സമാധാനപ്പെടുത്തി നിർത്തണം. അലീന പറഞ്ഞതുപോലെ തന്നെ ഒക്കെ കേട്ട് നിങ്ങൾ അനുസരിക്കണം. ഇനി അവൾ പറഞ്ഞത് കേട്ടനുസരിച്ച് വേണം നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോവാനേ. അവനൊന്ന് നെടുവീർപ്പിട്ടു. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ബാലചന്ദ്രൻ അങ്കിളെ വിളിച്ചിരുന്നു. അങ്കിൾ അവിടെ കുളത്തുപുഴയിൽ കൊണ്ടിട്ടിട്ട് തിരിച്ചു പോരുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അലീന ചേച്ചിയെ കൊണ്ടാക്കിയോ എന്ന് കൃഷ്ണമോള് സങ്കടത്തോട് ചോദിക്കാണ്. കൊണ്ടാക്കിയിട്ട് അങ്കിൾ തിരിച്ചു പോന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇന്നോ നാളെയോ അങ്കിൾ ഇങ്ങോട്ടേക്ക് എത്തും. മനു അത്രയും പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. ഇതൊക്കെ കേട്ട് നിന്ന വൈജയന്തിയുടെ ഉള്ളിൽ ദേഷ്യം വീണ്ടും അങ്ങ് ആളിക്കത്തി. അവളെ കുളത്തുപുഴയിൽ കൊണ്ടാക്കിയെന്നോ? ആര് വിശ്വസിക്കാനാണ്? അവളെങ്ങാനും എവിടെയെങ്കിലും വലിയ ഫ്ലാറ്റിലോ മറ്റോ എടുത്തുകൊടുത്ത് താമസിപ്പിച്ചിട്ടുണ്ടാവും. അല്ലാതെ അവൾ ജോലിക്കൊന്നും അയച്ചതായിരിക്കില്ല. കൊളത്തുപുഴയിലാണ് ചുമ്മാ ഒരു പേര് പറഞ്ഞതായിരിക്കും. ഇനിയിപ്പോൾ മീറ്റിംഗ് ആണെന്ന് അതാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാനും എളുപ്പമാണല്ലോ. ആരും ചോദിക്കാനും വരില്ല. എല്ലാവരും വായടപ്പിക്കാൻ വേണ്ടി അച്ഛ അച്ഛ എന്ന് അവളെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതോടുകൂടെ തന്നെ എല്ലാവരും അതിലങ്ങ് വീഴും. വൈജയന്തി പുച്ഛത്തോടെ പറഞ്ഞു. പക്ഷേ ആരും അതൊന്നും കേൾക്കാൻ തന്നെ നിൽക്കുന്നതല്ലായിരുന്നു. എല്ലാവരും അവരുടെ മുറിയിലേക്കൊക്കെ ചെന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി ബബിതയുടെ അടുത്തേക്ക് ചെന്നു. അല്ലടി, നിന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ? അതോ അവളുടെ കൂടെ അവിടെ തന്നെ അങ്ങ് പൊറുക്കാൻ പോയോ? അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് അങ്ങ് ദേഷ്യം വന്നുവെങ്കിലും അവൾ അത് നിയന്ത്രിച്ച് പറഞ്ഞു, അമ്മക്ക് എന്താ വേണ്ടത്? അച്ഛനൊരു ദിവസമെങ്കിലും ഒന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി നിൽക്കട്ടെ എന്ന് വെച്ചാൽ അമ്മക്കത് അത്രയും കുരു പൊട്ടുന്നുണ്ടോ? ഞാനാണോ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സമാധാനക്കേട്? ഞാൻ ഈ വീട്ടിൽ കയറി വന്നതാണല്ലോ നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിലും അലീന അവിടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കൊരു സമാധാനക്കേടുമില്ലായിരുന്നല്ലോ. വൈജയന്തി കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറഞ്ഞു. അതെ അമ്മേ, ബബിതയുടെ ശബ്ദം കനത്തു. അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോഴാണ് ഇതൊരു വീടായിരുന്നത്. ഈ വീടായത് തന്നെ അലീന ചേച്ചി വന്നതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ സമാധാനക്കേട് ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? അലീന ചേച്ചി ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം. അലീന ചേച്ചി ഈ വീട്ടിലെ ഒരു കെടാവിളക്ക് തന്നെയായിരുന്നു. ആ വിളക്കാണിപ്പോൾ ഇവിടെ നിന്നും പറിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അതിന് കാരണം ആരാണെന്നും അമ്മക്ക് നന്നായിട്ടറിയാലോ. അമ്മ ഒരു ദിവസം ഇതൊക്കെ ഓർത്ത് കിടന്ന് കരയും. കാരണം അമ്മ ഈ ചെയ്ത് കൂട്ടുന്നതൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. അതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും. ബബിത ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് തുടർന്നു. അലീന ചേച്ചി എന്ത് ഉപദ്രവ അമ്മക്ക് ചെയ്തിട്ടുള്ളത്? ഇന്ന് വരെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു മോശം വാക്ക് പോലും അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും സഹായം മാത്രമേ ഇന്നേ വരെ അലീന ചേച്ചി ചെയ്തിട്ടുള്ളൂ. അത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിന്നും കൊടുക്കുന്നതിൻ്റെ കണക്കാണ് അമ്മ ഈ പറയുന്നത്. ആ കണക്കൊക്കെ അമ്മക്ക് ഒരുപാട് തവണ പറയേണ്ടി വരും. നമ്മളും അലീന ചേച്ചിയോട് ഒരുപാടധികം കടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ അമ്മക്ക് മനസ്സിലാവില്ല. അമ്മ പിടിച്ച മുയലിന് 3 കൊമ്പാണല്ലോ എന്നും. അതുകൊണ്ട് ഞാൻ പറയാണ്, അച്ഛൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരട്ടെ. വന്നാലെന്താ, വന്നില്ലെങ്കിലെന്താ? അച്ഛൻ അമ്മക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. പിന്നെ എന്തിനാ അച്ഛൻ വന്നോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ തിരക്കാൻ പോകുന്നത്? അതൊക്കെ കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലടി. എൻ്റെ ദണ്ഡം എന്താണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല.
ഞാൻ എനിക്ക് വേണ്ടിയിട്ടില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നീയൊക്കെ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതാണെന്നാണോ? അതെ, അമ്മയുടെ സുഖത്തിന് സന്തോഷത്തിന് വേണ്ടിയല്ലാതെ അമ്മ ഇന്നേ വരെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇത്രയും പറഞ്ഞ് ബബിത ദേഷ്യത്തോടെ അവിടെ നിന്നും പോവാണ്. വൈജയന്തി തനിച്ച് നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്താണെങ്കിൽ കുളത്തുപുഴയിലെ ആ ഒരു വലിയ ബംഗ്ലാവിൽ അലീന തന്റെ പുതിയ മുറി ഇങ്ങനെ പരിശോധിക്കുകയാണ്. സ്റ്റാലിയുടെ നിർദ്ദേശപ്രകാരം ആന്റപ്പൻ ഒരുക്കി കൊടുത്തിരിക്കുന്ന ആ ഒരു മുറി കൊട്ടാരത്തിലെ കിടപ്പുമുറി പോലെ തന്നെ അത്യാഡംബരങ്ങൾ നിറഞ്ഞതായിരുന്നു. വലിയൊരു AC ഉണ്ട്, വലിയ കിടക്ക, അലമാറകൾ, എന്തിനേറെ പറയുന്നു അലീനക്ക് കാണാൻ വേണ്ടിയിട്ട് വലിയൊരു TV തന്നെ ആ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പണത്തിന്റെ ഹുങ്ക് കാണിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും അവിടെ ഒഴുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അലീനക്ക് അതൊന്നും കണ്ടിട്ട് യാതൊരുവിധ സന്തോഷവും തോന്നിയില്ല. അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. നെടുമ്പരക്കൽ വീട്ടിലെ ആ ചെറിയ മുറിയും അവിടെയുള്ള സ്നേഹവുമാണ് അവൾ കൊതിച്ചത്. അവൾ മെല്ലെ കുളിമുറിയിലേക്ക് ചെന്ന് ഫ്രഷായി അൽമാറ തുറന്നപ്പോൾ നിറയെ അധികം വില കൂടിയ പുതിയ അധികം വസ്ത്രങ്ങളും സ്റ്റാൻലി അവൾക്കായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതും അതൊക്കെ അവൾക്ക്. പക്ഷേ അതൊന്നും തന്നെ അവൾ എടുത്തില്ല. താൻ സ്ഥിരമായി ധരിക്കാറുള്ള അല്പം നിറം മങ്ങിയ ആ ഒരു വളരെ സാധാരണമായൊരു ചുരിദാറും അവൾ എടുത്തു ധരിച്ചു. കഴുത്തിൽ കിടന്ന ആ ഒരു സ്വർണ്ണമാലയും സ്വർണ്ണവളയും എല്ലാം തന്നെ ഊരി മേശപ്പുറത്ത് വെച്ചു. പകരം ഒരു കൊന്ത കൊഴുത്തിലിട്ടുകൊണ്ട് തന്നെ കാതിൽ കിടക്കുന്ന ആ വലിയ കമ്മലൊക്കെ മാറ്റി ചെറിയൊരു കറുത്ത മുട്ടുള്ള കമ്മലും ഇട്ടു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആ പഴയ സാധാരണക്കാരിയായ അലീനയെ അവൾക്ക് കാണാൻ കഴിയാണ്. അതിലായിരുന്നു അവൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും. പതിയെ മുറിയുടെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് വന്നപ്പോൾ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് വളർത്തു നായ്ക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവരെല്ലാവരും വാലാട്ടിക്കൊണ്ടടുത്തേക്ക് വന്നു. അലീനക്ക് മൃഗങ്ങളെ പണ്ടേ വലിയ ഇഷ്ടമായിരുന്നു. അവൾ താഴെ ഇരുന്ന് അവരുടെ ഇങ്ങനെ തലയിലൊക്കെ തലോടി. അവ സ്നേഹത്തോടെ അവളുടെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ നക്കി തുളച്ചു കൊടുത്തു. ആ നിമിഷം അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടരുകയാണ്. മറ്റൊരു വശത്ത് വീടിന്റെ വിശാലമായ വരാന്തയിൽ കാലുമേ കാല് കയറ്റി വെച്ച് വളരെ ഗമയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു സ്റ്റാൻലി. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി എല്ലാ അഹങ്കാരവും ആ ഇരിപ്പിലുണ്ടായിരുന്നു. അലീന നായ്ക്കളോട് കളിക്കുന്നത് കണ്ട് അയാൾ അങ്ങോട്ടേക്ക് നോക്കി. പക്ഷേ അയാളുടെ വേഷം കണ്ടപ്പോൾ അയാളുടെ മുഖം അങ്ങ് ചുളിഞ്ഞു. നെറ്റിയിലെ ഞരമ്പുകളങ്ങ് വലിഞ്ഞു മുറുകാണ്. അയാൾ അടിമുടി അലീനയൊന്ന് നോക്കി. എൻ്റെ മകൾ ഈ കോലത്തിലാണോ? അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അലീന, സ്റ്റാൻലി അല്പം കടുത്ത സ്വരത്തിൽ വിളിച്ചു. വിളി കേട്ട് അലീന തിരിഞ്ഞു നോക്കി. പതിയെ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താ പപ്പ? വളരെ ശാന്തമായി തന്നെ അലീന ചോദിച്ചു. എന്താ അലീന ഇത്? നീ എന്താ ഈ ഇട്ടിരിക്കുന്നത്? സ്റ്റാൻലി ദേഷ്യത്തോട് ചോദിക്കാണ്. എന്താ പപ്പ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. ഞാൻ നിനക്ക് എന്തുമാത്രം വില കൂടിയ ഡ്രസ്സുകളാണ് അവിടെ ആ അൽമാറയിൽ വാങ്ങി വെച്ചിരിക്കുന്നത് എന്ന് നിനക്കറിയാമോ? ആ അൽമാറ നിറയെ നിനക്ക് വേണ്ടിയിട്ട് ഡ്രസ്സാ. അതൊന്നും നീ എടുക്കാതെ ഈ പഴഞ്ചൻ തുണിയും വലിച്ചു കീറിക്കൊണ്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. അലീനയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൾ വളരെ സമാധാനമായി പറഞ്ഞു. അത് പിന്നെ പപ്പ, എനിക്കിത് മതി, എനിക്കിതാ ഇഷ്ടം. ഞാൻ എപ്പോഴും ഇതുപോലുള്ള ഡ്രസ്സാണ് ഇടാറുള്ളത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അലീന. അവിടെ ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന അതെല്ലാം ഇനി ആരിടും? ഇതെന്താ വേഷം? എൻ്റെ മകൾ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താ പപ്പ ഈ ഡ്രസ്സിന് കുഴപ്പം? എനിക്കിതിൽ യാതൊരുവിധ കുഴപ്പവും തോന്നുന്നില്ലല്ലോ. ഇനിയിപ്പോൾ മിസ്റ്റർ സ്റ്റാൻലി, കേണൽ സ്റ്റാൻലിയുടെ മകളാ നീ. അങ്ങനെയാണ് നീ ഇനി അറിയപ്പെടുന്നത്. അപ്പോൾ നിനക്ക് ഈ വേഷം ഒട്ടും തന്നെ യോജിക്കില്ല. അത് നീ മനസ്സിലാക്കാൻ ശ്രമിക്ക്. അലീനയുടെ കണ്ണ് ഒന്നുകൂടി തിളങ്ങി. അവളുടെ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയിൽ വന്നുവെങ്കിലും അതെല്ലാം വളരെ ഉറച്ചതായിരുന്നു. ഓ, അപ്പോൾ അതുകൊണ്ടാണോ പപ്പ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞത്? റിട്ടയർഡ് കേണലായ സ്റ്റാൻലിയുടെ മകൾക്ക് ഈ വേഷം ചേരുന്നില്ല എന്ന് പപ്പയ്ക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഈ റിട്ടയർഡ് കേണൽ സ്റ്റാൻലിയുടെ മകൾ തന്നെയായിരുന്നല്ലോ കഴിഞ്ഞ 23 വർഷങ്ങളും അന്ന് ഞാൻ ഈ കേണലിൻ്റെ മകളാണെന്ന് കേണൽ പോലും അറിഞ്ഞില്ലായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു. സ്റ്റാൻലി അത് കേട്ടൊന്ന് പകച്ചു. അവൾ തുടർന്നു. ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണ് പപ്പ. അന്ന് ഞാൻ കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ തുന്നി കൂട്ടി ഇട്ടുകൊണ്ടാണ് നടന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോലും ഞാൻ ഒരുപാടധികം പലരുടെയും വീട്ടിലൊക്കെ ചെന്ന് കൈനീട്ടി യാചിച്ചിട്ടുണ്ട്. അവരൊക്കെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഡ്രസ്സാണ് ഞങ്ങളൊക്കെ ഇത്രയും കാലം ഇട്ടിരുന്നത്. അപ്പോഴാണോ പപ്പയ്ക്ക് ഈ ഡ്രസ്സിനൊരു ബുദ്ധിമുട്ട്? സ്റ്റാൻലിക്ക് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ അവസ്ഥയിലായി നിൽക്കുകയാണ്. അയാളുടെ അഹങ്കാരമെല്ലാം ആ വാക്കുകൾക്ക് മുന്നിൽ അങ്ങ് തകർന്നടിഞ്ഞു. അന്നില്ലാത്ത ഡ്രസ്സ് ഇപ്പം എന്തിനാ പപ്പ എനിക്ക്? അന്നില്ലാത്ത ഭക്ഷണം ഇപ്പം എന്തിനാ എനിക്ക്? അന്നില്ലാത്ത വലിയ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് എന്തിനാ? പപ്പ എനിക്ക് വേണ്ടി വലിയ മുറിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതൊന്നും എനിക്ക് വേണ്ട പപ്പ. സമാധാനവും സന്തോഷവും അത് ഏത് വലിയ കൂരയിലാണെങ്കിലും നമ്മളത് വിചാരിച്ചാൽ